വിശാഖപട്ടണത്തെ നാച്ചുറൽ ആർച്ച് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. കടലിനോട് ചേർന്ന് പാറയ്ക്കിടയിലൂടെ രൂപപ്പെട്ട അതിമനോഹരമായ ഒരു ആർച്ച് ബ്രിഡ്ജാണ്. ഇതിനകത്തേക്ക് തിരമാലകൾ വരുന്ന സമയത്ത് വെള്ളം അടിച്ചു കയറി വരും. ഇവിടെ വരെ വരും വെള്ളം. നമുക്ക് കാണാൻ കാഴ്ച. കരിമലകൾ നിൽക്കുന്ന അതിമനോഹരമായ വിശാഖപട്ടണത്തെ ഒരു കടലോരം. തെങ്ങുകളും കാണാം. ഭീമിലി ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ധാരാളം സഞ്ചാരികൾ ഈ സ്ഥലം ആസ്വദിക്കുന്നതിന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. വിശാഖപട്ടണത്തെ ഓരോ കടലോരവും വളരെ ഭംഗിയും വൃത്തിയുമായി സൂക്ഷിക്കാൻ ഇവിടുത്തെ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും. സങ്കേതം നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു നന്ദി വിഗ്രഹമുണ്ട്. 2 നന്ദി വിഗ്രഹങ്ങളുണ്ട്. മഹാശിവരാത്രി ഇവിടെ പൂജ നടക്കുമെന്നാണ് പറയുന്നത്. പൂജാരിയാണ് കാണുന്നത്. ഇതാണ് ബൊറാക്ക് കേവ്സിന്റെ എൻട്രൻസ്. സുന്ദരമായൊരു കാഴ്ച. ലൈംസ്റ്റോൺ കേവ്സ് ആണ്. താഴെ വരെ സ്റ്റെപ്പ് നമുക്ക് കാണാം. ഇത്രയ്ക്കും താഴേക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ഗുഹകളിലൊന്നാണ് ഈ ബൊറാക്ക് കേവ്സ്. നമുക്ക് കാണാം. ഇത്ര മേലെയാണ് ഉള്ളത്. അവിടാണ് നിരപ്പ്. അവിടുന്ന് താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് അങ്ങനെ പോകണം. അങ്ങനെയാണ് ബൊറാക്ക് കേവ്സിലെ ഏകദേശം കിടപ്പ്. ഗുഹ അങ്ങനെ അകത്തേക്ക് കിടക്കുന്ന കാഴ്ചയുമാണ്. ലൈംസ്റ്റോൺ നമുക്ക് കാണാം. ഇതാണ് ലൈംസ്റ്റോൺ. ഈ കാണുന്നതാണ് ലൈംസ്റ്റോൺ. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെടുന്നതാണ് ലൈംസ്റ്റോണുകൾ. നമുക്ക് കാണാം അതിൻ്റെ കാഴ്ച. ഇവിടുത്തെ അധികൃതർ വളരെ ഭംഗിയായി ലൈറ്റൊക്കെ കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കളർ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ ഹോൾ കാണാം. ഇവിടെ നിന്നാണ് സൂര്യരശ്മികൾ താഴേക്ക് പതിക്കുന്നത്. ഈ മേലെ നിന്നും താഴേക്ക് ഒരു പശു വീണാൻ കാണാനത്ര ഈ ഗുഹ കണ്ടെത്താനുള്ളൊരു കാരണം. ലൈംസ്റ്റോണുകൾ ധാരാളമായിട്ട് നമുക്ക് ഈ ലൈംസ്റ്റോണുകൾ മിന്നുന്നത് കാണാം. നോക്കൂ, ഇവിടുത്തെ അത്ഭുതങ്ങൾ കാണാം നമുക്ക്. നാച്ചുറൽ ഗണപതി, നാച്ചുറൽ ശിവപാർവതി എല്ലാം നമുക്കിവിടെ കാണാം. ഒക്കെ നാച്ചുറൽ ഫോർമേഷനാണ്. ഗണേശൊക്കെ ശരിക്കും ഗണേശ് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ്. കണ്ടോ, ഗണേശ് തന്നെ എല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ട്. നാച്ചുറൽ ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ആണ് ഇതൊക്കെ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം. പക്ഷേ ഒരു അത്ഭുത കാഴ്ച എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഗുഹയ്ക്കകത്ത് ചെറിയ ബൊറാക്ക് കേവ്സിൽ അത്ഭുത കാഴ്ചകൾ തുടരുന്നു. ഇനിയും ധാരാളം കാണാനുണ്ട്. ഇനിയും ഗുഹ തുടരുകയാണ്.